വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു യാ സൊല്യൂഷൻസ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഹൗ ടു ക്രിയേറ്റ് ദ ഫ്ലാറ്റ് റൂഫ് അതാണ് നമ്മൾ നോക്കിയത്. ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹിപ്ഡ് എൻഡായിട്ടുള്ള റൂഫുകളും ഗാബിൾ ടൈപ്പ് റൂഫുകളും, ഗാബിൾ ടൈപ്പ് എന്ന് പറയുന്നത് എ ടൈപ്പിലുള്ള റൂഫുകളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സിസ്റ്റിംഗ് പ്ലാൻ തന്നെ എടുക്കുക, ഈ റെക്ടാങ്കുലർ പ്ലാട്ട് തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഈ മറ്റേ ഫ്ലാറ്റ് റൂഫ് കളയാൻ പോവാണ്. കളഞ്ഞിട്ട് ഓക്കെ ലെവൽ 2 പോവുക. ഓക്കെ, ഞാനിവിടെ റൂഫ് എടുക്കാം. റൂഫ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഡിഫൈൻ സ്ലോപ്പ് എന്നുള്ളത് ഇപ്പം നമ്മൾ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഡിഫൈൻ സ്ലോപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇതിനകത്ത് റെക്ടാങ്കിൾ എടുക്കുക. ഓപ്സെറ്റ് ഞാനൊരു 90 സെൻറ്റിമീറ്റർ കൊടുക്കുക. നമ്മൾ നോർമലി ഹിപ്ഡ് എൻഡിന് 90 സെൻറ്റിമീറ്റർ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ 90 സെൻറ്റിമീറ്റർ കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ചെറിയൊരു ഇത് കാണിക്കും. ഇത് കണ്ടോ, ഇവിടെ ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ലൈന് സ്ലോപ്പായിട്ടാണ് ഇരിക്കുന്നത്, മീൻസ് ഒരു ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നതിനുള്ളതാണ് മീനിങ്. ഓക്കെ, നമുക്കിത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് എപ്പോഴും സ്ലോപ്ഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുറവായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, താഴ്ന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 260 അതർവൈസ് 280 വരെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ 3D പോയി നോക്കുമ്പോഴത്തേക്കും ലൈക്ക് ദിസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമ്മൾ നേരത്തെ ഫ്ലാറ്റ് റൂഫിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കിടക്കുന്നത്. അതിൻ്റെ വേണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ കോൺക്രീറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് കിടന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ റൂഫ് എന്നുള്ളത് ഉണ്ടാവും. ഞാൻ റൂഫ് എന്നുള്ളത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് കിട്ടുന്നത്. ഇത് ഒരു പെർട്ടിക്കുലർ റെക്ടാങ്കുലർ പ്ലോട്ടാണ്. സോ നമുക്കിതിങ്ങനെ കിട്ടി. അല്ലാതെ നമുക്കിങ്ങനെ ഒരു എക്സ്റ്റൻഷനുള്ള പോർഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് റെക്ടാങ്കുലറാണ്, റെഗുലർ ഷേപ്പാണ്, അതുകൊണ്ട് കിട്ടി. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലെവൽ 3 ഇപ്പോൾ നമ്മുടെ റൂഫുകളൊക്കെ എക്സിസ്റ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ലെവൽ 3 വെച്ച് കഴിഞ്ഞാൽ റൂഫ് മാത്രം കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ലെവൽ 2 ഞാൻ എടുത്തിട്ട് ഞാൻ മറ്റേ ഫ്ലാറ്റ് റൂഫ് കളഞ്ഞിട്ട് പുതിയത് വരയ്ക്കാൻ പോവുക. ഓക്കെ, ഇപ്പോൾ റൂഫ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തു ഡിഫൈൻ സ്ലോപ്പ് ചെക്ക്ഡായിട്ടിരിക്കണം. എന്നിട്ട് ഓപ്സെറ്റ് ഞാനൊരു 90 സെൻറ്റിമീറ്റർ കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഔട്ടർ ടു ഔട്ടർ 2 റെക്ടാങ്കിളായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. വരച്ച് കഴിഞ്ഞതിന് ശേഷം എലിമെൻറ്റ് നമുക്ക് വേണ്ട, അതുകൊണ്ട് ഞാനിത് കളയുക. സ്പ്ലിറ്റ് എലിമെൻറ്റ് ഈ ഒരു ലൈനിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഫില്ലറ്റ് എടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ അതേപോലെ തന്നെ 260 കിടക്കുന്നത്. ഞാൻ ഓക്കെ കൊടുത്തിട്ട് 3D വന്ന് നോക്കുമ്പോഴത്തേക്കും എൻ്റെ റൂഫ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഹിപ്ഡ് എൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഹിപ്ഡ് എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു ബേസ് ഉണ്ടാവും. ഈ ഒരു ബേസ് ഇല്ലാതെ നമുക്കിങ്ങനെ ഗാബിൾ ടൈപ്പിലുള്ള റൂഫുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിന് ഞാൻ ഈ 2 റൂഫും കളയാൻ ലെവൽ 2 പോവുക. ഈ ഒരു പോർഷൻ, ഈ റെഗുലറായിട്ടിരിക്കുന്ന ഈ ഒരു പോർഷന് സെയിം നമ്മൾ റൂഫിൽ പോവുക. റെക്ടാങ്കിൾ എടുക്കുക, 90 സെൻറ്റിമീറ്റർ കൊടുക്കുക. ഡിഫൈൻ സ്ലോപ്പ് തന്നെ ആയിക്കോട്ടെ. നമുക്ക് ഔട്ടർ ടു ഔട്ടർ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. അങ്ങനെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സൈഡ് മാത്രമേ സ്ലോപ്പുകൾ വരുന്നുള്ളൂ. ബാക്കി 2 സൈഡ് നമുക്ക് ഫ്ലാറ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗാബിൾ റൂഫ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ 2 സൈഡും സെലക്ട് ചെയ്തിട്ട് ഡിഫൈൻ സ്ലോപ്പിനുള്ളത് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് ഇവിടുത്തെ റൂഫിന് 20, അതേപോലെ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മാറ്റാൻ പറ്റും. അവിടെ ഞാൻ 20 എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് 3D പോയി നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഗാബിൾ റൂഫിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ ഒരു കണക്ഷൻ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വാൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക്, സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് വിസിബിൾ ഇൻ വ്യൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ വാൾസും ഒക്കെ സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ അറ്റാച്ച് ടു ടോപ്പ്, അപ്പോൾ ടോപ്പ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ടോപ്പായിട്ട് വെച്ചിരിക്കുന്ന ഈ റൂഫിനെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എല്ലാ എലിമെൻറ്റ്സും അവിടെ പോയിട്ട് റൂഫുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഗാബിൾ റൂഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നോർമൽ റെക്ടാങ്കുലർ ബേസ് ആണ് പറഞ്ഞതുപോലെ, അതുകൊണ്ട് നമുക്ക് എളുപ്പം വന്നു. ഇതിലെ പോലത്തെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട് കിടക്കുന്നതിനകത്ത് 2 ടൈപ്പിലുള്ള ഗാബിൾ റൂഫ്സ് ഉണ്ടാക്കാം. ഒന്ന് ഇവിടെ മാത്രം ഗാബിളാക്കാം, അതർവൈസ് ടോട്ടലി ഇവിടെ നിന്നും നമുക്ക് ഗാബിളാക്കാൻ പറ്റും. നമ്മൾ 2 ടൈപ്പും നമ്മൾ വരയ്ക്കാം. ഇതിനകത്ത് ലെവൽ 2 റൂഫ് എടുത്തു കഴിഞ്ഞതിന് ശേഷം സെയിം തിങ് റെക്ടാങ്കിൾ ഓപ്സെറ്റ് ഞാനിവിടെ ഒരു 90 കൊടുക്കുകയാണ്.
ഡിഫൈൻ സ്ലോപ്പ് വെച്ചുകൊണ്ട് തന്നെ ഔട്ടർ ടു ഔട്ടർ ഇവിടെ ഒരു ഔട്ടർ ടു ഔട്ടർ 2 റെക്റ്റാങ്കിൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്പ്ലിറ്റ് എടുക്കാം. സ്പ്ലിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലൈനെ കളയുക, ഫില്ലറ്റ് കൊടുക്കുക, ഔട്ടർ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫില്ലറ്റ് കൊടുത്ത് റെഡിയാക്കുക. ഇപ്പം ഞാൻ ഗാബിൽ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇവിടെ മാത്രം ഗാബിൽ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മാത്രം ഞാൻ കളഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഞാൻ 3D നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെയായിരിക്കും ഗാബിൾ റൂഫ് കിട്ടുക. ഓക്കെ, നമുക്ക് ബാക്കി എല്ലായിടത്തും ഹിപ്പഡ് എൻഡാണ്. പക്ഷേ ആ ഫ്രണ്ടിലേ ഇരിക്കുന്ന ആ ഒരു തല്ലിന് മാത്രം മേ ബി ഇത് ചിറ്റൗട്ടായിട്ടെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിലും ചിറ്റൗട്ടായിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഗാബിൾ റൂഫ് കിട്ടും. ഇപ്പോൾ ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് വിസിബിൾ ഇൻ വ്യൂ. ഇതെല്ലാം സെലക്ട് ആയി കഴിഞ്ഞു. അറ്റാച്ച് ടോപ്പ്, ഈ റൂഫ് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമുക്കതെല്ലാം ടാപ്പിലോട്ട് അറ്റാച്ച് ആയിക്കോളൂ. ഇതും ഒരു ടൈപ്പാണ്. അല്ലാതെ നമുക്ക് വേറൊരു ടൈപ്പുണ്ട്. അപ്പോൾ ലെവൽ 2 പോവുക. അതേപോലെ തന്നെ റൂഫ് എടുക്കുക. റൂഫ് എടുത്തിട്ട് ഞാൻ ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. ഇതിനകത്ത് 90 സെൻറ്റിമീറ്റർ കൊടുത്തു. 2 റെക്റ്റാങ്കുലറായിട്ട് വരയ്ക്കുക. ഓക്കെ, വരച്ചു കഴിഞ്ഞു. എന്നിട്ട് ഈ ഒരു ലൈൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ പിന്നെ ഇവിടെ സ്പ്ലിറ്റ് എടുക്കുന്നു. ഫില്ലറ്റ്. ഓക്കെ, ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഏരിയ മാത്രമാണ് സ്ലോപ്പ്, ഡിഫൈൻ സ്ലോപ്പ് മാറ്റി വിടുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിലുള്ളതുപോലത്തെ കിട്ടും. അല്ലാതെ ഇവിടെ ഈ ഒരു 2 ഏരിയയിൽ നമുക്ക് മാറ്റുക. അതേപോലെ ഇവിടെയും മാറ്റുക. ഈ 3 ലൈൻസാണ് നമ്മൾ മാറ്റുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും. ഇപ്പോൾ ഇതിനെ നമുക്ക് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് വിസിബിൾ ഇൻ വ്യൂ, അറ്റാച്ച് ടോപ്പ്. ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റൂഫാണ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ അറ്റാച്ച് ആക്കി കഴിഞ്ഞു. ഇങ്ങനെയാണ് 300 ഗാബിൾ റൂഫ് നമുക്ക് കിട്ടുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ട്. താങ്ക് യു.